വെൽക്കം ടു Lifeline TV. ഇന്ന് നമുക്ക് ഗിൽറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. കുറ്റബോധം എങ്ങനെയാണ് മനുഷ്യനെ കാർന്ന് തിന്നുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എടുക്കാം. ഒരിക്കലൊരു പ്രൊഫസർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഇങ്ങനെ പിടിച്ചു കാണിച്ചു. അപ്പോൾ ഇതെനിക്കൊരു 5 മിനിറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടില്ല, 1 മണിക്കൂർ പിടിക്കാനും ബുദ്ധിമുട്ടില്ല. എൻ്റെ കൈ നല്ല ഹെൽത്തിയാണ്. ഇത് ഞാൻ 5 മണിക്കൂറോ 10 മണിക്കൂറോ 3 ദിവസമോ 1 മാസമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ അവസ്ഥ എന്താവും? ഈ കൈ കൊണ്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ജീവിതത്തിൽ ഗിൽറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ചിലപ്പം നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയായിരിക്കാം. ഇപ്പോൾ ഈ ഗിൽറ്റും മിസ്റ്റേക്കുമായിട്ട് തിരിച്ചറിയണം. ഇപ്പോൾ ഒരു സ്ഥിരമായി വഞ്ചന കാണിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവരറിഞ്ഞുകൊണ്ട് തന്നെ ആ വഞ്ചന കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അത് കുറേയൊക്കെ നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് അത് ചെയ്യുന്നല്ലോ എന്ന് ഓർത്തവർക്ക് സഹിക്കാൻ പറ്റാതിരിക്കുക. എന്നിട്ട് അവരിൽ നിന്ന് അവരുടെ ഡിപ്രഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്ന് ജീവിതത്തിൽ തകരുക. ഇതാണ് ഗിൽറ്റ്. അതേസമയത്ത് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മളതിന് പരിഹാരം ചെയ്യുന്നു. അതിന് മിസ്റ്റേക്കിനെ നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിവുണ്ടായി ഒരു തിരിച്ചുവരവ് നടത്തുന്നതാണ് എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ മനുഷ്യനെ ബിൽഡിങ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഹോർമോൺസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും മനുഷ്യർക്ക് ഇൻസ്റ്റിങ്ക്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായാൽ നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റ് ആണോ, ഒരു ജീവശാസ്ത്രപരമായ കാര്യങ്ങളാണോ പ്രവർത്തിക്കുന്നത്, അതോ നമുക്ക് നമ്മളെ വിസ്ഡമാണോ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. കൂടുതൽ പ്രവർത്തിക്കുന്നത്, കൂടുതൽ ആൾക്കാരിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതൊരു നാച്ചുറലാണ്. അപ്പോൾ ഈ കൗമാരപ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന സെക്ഷൽ തോട്ടുകൾ ഇല്ല, നമ്മുടെ ചില അബ്രേഷൻസ് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് എന്താണ്, അതാ ഒരു പ്രായം നമുക്ക് തരുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരിക്കലും മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വളരെ സങ്കടത്തോടു കൂടി എനിക്ക് പോൺ മൂവീസ് ഒഴിവാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നീട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രായത്തിൻ്റെതായ ഒരു ക്യൂരിയോസിറ്റി, അതിനകത്തൊരു വലിയ എന്താണ് അയാൾ, അപ്പോൾ അത് തെറ്റെന്ന് പറയാനില്ല. അപ്പോൾ അത് പ്രായത്തിൻ്റെ ക്യൂരിയോസിറ്റിയിൽ. അതുപോലെ തന്നെ പല കുറ്റങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ ജീവിക്കുന്നവരുടെ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളൊരു തിരിച്ചുവരവ് നടത്തുന്നതാണ് എപ്പോഴും. ഇനി ആ കുറ്റമായിട്ട് ഞാൻ മുന്നോട്ട് പോകില്ല, ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്, ഞാൻ മനസ്സിലാക്കിയിലുള്ള മിസ്റ്റേക്കാണ്, ഞാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന എംപ്ലോയറെ പറ്റിക്കാറുണ്ട് ആൾക്കാർ. എന്നിട്ട് അതിൻ്റെ പേരിൽ പിന്നീട് പറയുക ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി നമ്മൾ ആ ഒരു തെറ്റിൽ നടക്കുക. പിന്നെ നമുക്ക് ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ആൾക്കാരുമായിട്ട് പിണങ്ങി നടക്കാറുണ്ട്. എന്നിട്ട് അത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നടക്കുക. മോറലായിട്ടുള്ള ബിഹേവിയറിനകത്ത് തെറ്റ്, ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു സാഹചര്യങ്ങളുടെയും നമ്മുടെ മനസ്സിൻ്റെ കോൺസെപ്റ്റും അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ മനസ്സിലധികം ഹോൾഡ് ചെയ്തില്ലത്. അപ്പോൾ നമ്മൾ അല്ലാങ്കിന്നുണ്ടെങ്കിൽ നമുക്കിത് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ലൈഫ് മുഴുവൻ ഒരു റിഗ്രറ്റ് ആയിരിക്കും. പിന്നെ ഇത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഷെയിം, ഉള്ളിലുള്ള വികാരം ഷെയിം ആയതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ കഴിവുകൾ പുറത്തു വരത്തില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇമോഷണലി വളരെ പാരലറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലാണ്, മുന്നോട്ട് പോകാൻ പറ്റാതെ എപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. പാവബോധം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഇനി ഉള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് അപ്പോൾ നമ്മളൊരു 10 കിലോ തിന്മ നമ്മൾ ചെയ്തു പോയി, ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ്. നമുക്ക് പരിഹാരമായിട്ട് ചെയ്യാവുന്ന 100 കിലോ നന്മ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇനി ആ വഴിക്ക് പോകാതെ നമ്മൾ 100 കിലോ നന്മ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും പശ്ചാത്താപമാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്ന പ്രായശ്ചിത്ത പരിഹാരം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. 10 കിലോ തിന്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 കിലോ നന്മ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തി ആ നന്മ ചെയ്തതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇത്. അപ്പോൾ പിന്നെ നമ്മൾ പലപ്പോഴും ഈ ഓവർ കമ്മിറ്റ് ചെയ്യാതിരിക്കുക.
അപ്പോൾ ഇപ്പോൾ സമയം തന്നെ പറയുവാണെങ്കിൽ 11:30 വരാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയേണ്ടത് പിന്നെ 11:15 11:45 ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും 5 മിനിറ്റ് മാറിക്കഴിഞ്ഞാലും നമ്മളില്ല ഷാർപ്പ് ഒരു ടൈം പറയുന്നതിന് പകരം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരാൾക്കൊരു കുറച്ച് പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാനുണ്ട്. നമുക്കത് ഒരു 15-20 ദിവസം കൂട്ടി പറയാം, എന്നിട്ട് അതിന് നേരത്തെ അത് പെർഫോം ചെയ്യും. അപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന ഒരു കോൺട്രാക്ടർ സ്ഥിരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ വരുമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വെക്കും. അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. പക്ഷേ ഈ എപ്പോഴും ആ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന അവർ പറഞ്ഞിരിക്കുന്നതായിട്ട് 2 മാസം കഴിഞ്ഞേ പുള്ളി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് എപ്പോഴും അടിച്ചു പിരിഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഗിൽറ്റും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എല്ലാം ഞാൻ പുള്ളിയുടെ തിരിച്ചു പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 3 മാസത്തിന് ശേഷമുള്ളൊരു ഡേറ്റ് ആയിരിക്കണം നമ്മൾ പിന്നെ 3 മാസം ഇൻ അഡ്വാൻസ് ഉള്ള ഡേറ്റ് ആയിരിക്കണം നമ്മുടെ എല്ലാ പേപ്പേഴ്സിലും കാണേണ്ടത്, നമ്മളും എടുക്കുന്നത്. അപ്പോൾ 1 മാസം മുമ്പെങ്കിലും പണി തീരും. അവിടെ എല്ലാം വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി നല്ല അപ്പിയറൻസ് വരുത്തിയതിന് ഇമേജ് മാനേജ് ചെയ്തതിന് ശേഷം ഹാൻഡ് ഓവർ ചെയ്യുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആ കോൺട്രാക്ട് ബിസിനസ്സിൽ എക്സ്ട്രാ ഓർഡിനറി സക്സസ്ഫുള്ളായി. കാരണം ആ സമയത്തിനകത്ത് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണ്. പിന്നെ നമുക്ക് പലപ്പോഴും വരുന്നത് ഈ പെർഫെക്ഷനിസത്തിലിരിക്കുക, പ്രൊക്രാസ്റ്റിനേഷനിൽ മാറ്റി വെച്ച് പോവുക, ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ സെൽഫ് ബ്ലെയിം, അയ്യോ എനിക്ക് കഴിവില്ലാത്തവരാണ്, ഞാൻ കൊള്ളരുതാത്തവരാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കുറ്റബോധം കൂട്ടുന്നത് നമ്മൾ ഈ പരിഹസിക്കുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടരുത്. നമ്മളെ ബ്ലെയിം ചെയ്യുന്നവർ, കളിയാക്കുന്നവർ, നമ്മളെ വിധിച്ചുകൊണ്ട് നടക്കുന്നവർ, ബ്രാൻഡ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേബൽ ചെയ്യുകയാണ് കൊള്ളത്തില്ലാത്തവന്, ഒരു നീതീകരണം ഇല്ലാത്ത രീതിയിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്യണം. അപ്പോൾ മൈൻഡ് മാസ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, നമ്മളിങ്ങനെ ഒരു ഡിസസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഗിൽറ്റ് ഉണ്ടായതുകൊണ്ട്, കാരണം ലോകത്തിൽ തെറ്റില്ലാത്തവരെ കണ്ടു കിട്ടാനേ പാടാണ്. അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് തിരുത്തി കയറി വന്നിട്ടുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ പണീഷ് ചെയ്യാതെ, അതിനെ ഓർത്ത് വ്യസനിക്കാതെ ജീവിതത്തിൽ വിജയിക്കേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം എന്ന് പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന ഇന്നലകളെക്കുറിച്ചൊക്കെ ഓർക്കാതിരിക്കുക, സന്തോഷം ഉണ്ടാക്കുന്ന ഇന്നലകളെക്കുറിച്ച് ധാരാളം ചിന്തിക്കുക, ആ മെമ്മറി വീണ്ടും കൊണ്ടുവരിക. വിഷമിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വ്യസനം ഉണ്ടാക്കുന്ന ഇന്നലകളെ കംപ്ലീറ്റ് ഡിസസോസിയേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വരുന്നത് കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക് ഗോളുമായിട്ട്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനോ സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ മുന്നോട്ട് പോകുക. അപ്പോൾ പിന്നെ ഈ മറ്റുള്ളവരുടെ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് അൺയൂഷ്വൽ എക്സ്പെക്റ്റേഷനിലേക്ക് പോവുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേകതയായിട്ട് മറ്റുള്ളവരെപ്പോഴും ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യിക്കുക. മക്കളെ ആണെങ്കിലും ശരി, നമ്മളായിട്ട് ഇടപെടുന്നവരൊക്കെ ശരി, അവർ ഗിൽറ്റി ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യിക്കുക. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഗിൽറ്റി വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ തീരുമാനങ്ങളിൽ ഗിൽറ്റ് തോന്നിയതിൻ്റെ പേരിൽ മാറ്റം വരുത്തുക. ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്കൊന്നും ഒരു സുഖവും ഞാനായിട്ട് കൊടുത്തിട്ടില്ല, അവരെ ഞാൻ താലോലിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ എനിക്ക് കയറിയിട്ട് താഴാനായിട്ട് പറ്റുന്നില്ല, ഗിൽറ്റി ഫീലിംഗ് ഇങ്ങനെ കിടക്കും. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അമ്മ ഒരുപാട് പാടുപെട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത്, ഫാദർ ചെറുപ്പത്തിലെ വളർന്നു പോയിട്ട്. അപ്പോൾ മരിച്ചു പോയിട്ട്, അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ പോയി അവർ പിന്നെ വൃത്തിയാക്കി കൊടുത്ത ആ പൈസയും കൊണ്ടും അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം പഠിച്ച് വളരെ നല്ല നിലയിലായി. അദ്ദേഹത്തിന് കല്യാണം കഴിച്ചതിന് വളരെ സൗകര്യമുള്ള വളരെ പ്രശസ്തമായൊരു വീട്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പുള്ളി മദറിനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, മദറിനെ കൂടെ താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല, മദറിനോട് നീതി ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മദർ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് എൻ്റെ അടുത്ത് വെച്ച് വീപ്പ് ചെയ്ത ഒരുപാട് നേരം എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് എന്നിട്ട് ഇദ്ദേഹം ഈ ഗിൽറ്റ് ആയിട്ട് ഇദ്ദേഹം നടന്നു. അപ്പോൾ ഗിൽറ്റുമായിട്ട് ഇങ്ങനെ നടന്ന് അപ്പോൾ അതങ്ങനെ അടുത്ത ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് പോയി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫൊർഗീവ് യുവർ സെൽഫ്. നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ആരോഗ്യം ഇല്ലാത്ത ഒരുപാട് അമ്മമാർക്ക് ചാരിറ്റി ഏർപ്പെടുത്തും. അദ്ദേഹം നല്ലപോലെ ഇപ്പോൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് ആരോഗ്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക്, കുഞ്ഞ് മിസ്റ്റേക്ക് ആണെങ്കിലും ശരി, ഐ അപ്പോളജൈസ്, ഐ എം സോറി, ഫർഗീവ് മീ എന്നുള്ള വാക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ തന്നെ സ്ട്രെങ്ത് എല്ലാം ഇരിക്കുന്നുണ്ടായിരിക്കും, ആ സ്ട്രെങ്ത് നമ്മൾ കണ്ടെത്താനായിട്ട്. അപ്പോൾ അത് നമ്മൾ ശയിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് ഗിൽറ്റ് ഉണ്ടാക്കുന്നുള്ള ഫീലിംഗ് നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം, കാരണം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം.
പിന്നെ നമ്മളിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാം. നമ്മൾ പുതിയ പോസിബിലിറ്റിയെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ബെറ്റർ സ്റ്റെപ്പ് എടുക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി ബെറ്റർ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കാം. അപ്പോൾ കഴിവതും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി നന്മ ചെയ്യാനായിട്ട് അപ്പം തന്നെ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഗിൽറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ മൈൻഡ് മാസ്റ്ററിലൊക്കെ ചെയ്യുന്ന സെക്കൻഡ് ഡേ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, നമ്മൾ ആ ഹീലിംഗ് സെഷൻ, വലിയ ലാർജ് ഹീലിംഗ് സെഷൻ ചെയ്യുന്നതിനകത്താണ് ഒരുപാട് പേരും ഈ ഒരു ഗിൽറ്റ് റിലീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ചെയ്തിട്ടുള്ളവർക്ക് വളരെ നല്ലത്. അപ്പം ഒരിക്കൽ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഏതെങ്കിലും ഒരു മൈൻഡ് മാസ്റ്റർ സെഷനിൽ വെച്ചിട്ട് മനസ്സിനകത്തെ അശുദ്ധികൾ മുഴുവൻ റിമൂവ് ചെയ്യണം. ഗിൽറ്റ് മാത്രമല്ല, മറ്റ് വികാരങ്ങളും വരും. ജലസി, ആങ്കർ, ഇങ്ങനെയൊക്കെ നമുക്ക് വേറെ ഒരുപാട് ഫ്രസ്ട്രേഷൻ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഈ അശുദ്ധികളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരുപാട് പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിയട്ടെ. അത് അതിനോടൊപ്പം നമുക്ക് ക്ലെൻസിങ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് മനസ്സിനെ അപാരമായ സ്ട്രെങ്തിലേക്ക്, മനക്കരുത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.